ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോയ്സ്ചർ ബാരിയർ ട്രീറ്റ്മെൻറ്റ് ആണ്. ആക്ച്വലി ഒരു പഴയ കൊട്ടാരമാണ്. പഴയ കൊട്ടാരം എന്ന് പറയുമ്പം ഒത്തിരി വഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മോയ്സ്ചർ ബാരിയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭിത്തി ശരിക്കും പറഞ്ഞാൽ കാപ്പിലറി റൈസ് വന്ന് ചെയ്ത് പ്രശ്നമുണ്ട്. അപ്പം അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലാസ്റ്റർ ചെയ്തു. ഒത്തിരി പഴയതല്ലേ, അപ്പം പഴയ ആയതുകൊണ്ട് റീപ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം കണ്ടോ, ഇതിൻ്റെ കോർണേഴ്സ് കണ്ടോ, ഈ ഓപ്പണിങ്സ് ഇളകിപ്പോയതെല്ലാം വൃത്തിയായിട്ട് റീപ്ലാസ്റ്റർ ചെയ്ത് ശരിയാക്കി. സ്വിച്ച് ബോർഡ്സ് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾ കാണുന്നത് പ്രൈമർ അപ്ലൈ ചെയ്യുന്നതാണ്. പ്രൈമർ എന്ന് പറഞ്ഞാൽ അത് വളരെ പെനിട്രേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈമറാണ്. നനവുണ്ടെങ്കിലും അതിന് മുകളിലേക്ക് അടിക്കാം. അതങ്ങനെ ടാക്കി ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളത് അടുത്ത കോട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇത് കണ്ട് സർഫേസ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് പ്രൈമർ അടിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാക്കി ആയിട്ടിരിക്കുന്ന പ്രൈമർ ഉണ്ടല്ലോ, ആ പ്രൈമർ എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നല്ല പെനിട്രേറ്റീവ് പ്രൈമറാണ്. അപ്പോൾ അത് നന്നായിട്ട് ആ പ്ലാസ്റ്ററിങ്ങിലേക്ക് കയറി പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ടാക്കി ആയി നിൽക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ മേളിലേക്ക് ഫസ്റ്റ് കോട്ട് അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിനൊരു 2 to 3 hours അല്ലെങ്കിൽ 3 to 4 hours ഡ്രൈയിങ് ടൈം കൊടുക്കും. ഇപ്പം തന്നെ കണ്ടോ, നല്ല ഫിനിഷായി. ആക്ച്വലി ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മളൊരു പെയിൻ്റ് അടിച്ച് ഫിനിഷായി. ഇത് അടിച്ച് നന്നായിട്ട് ഉണങ്ങാനായിട്ട് അലവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത കോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഉണങ്ങി. അതിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആ സെക്കൻഡ് കോട്ടിൻ്റെ ആ ബിൽഡ് കണ്ടു. ആക്ച്വലി നല്ല തിക്കാണ്. ഇതാണ് ആക്ച്വലി നല്ല നെഗറ്റീവ് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെംബ്രെയിനാണ്. ഇത് കൊല്ലങ്ങളോളം ഈ ഭിത്തിയുടെ നനവ് താങ്ങിക്കോളും. ഇതിൻ്റെ മേളിൽ ഒരു സോൾവെന്റ് ബേസ്ഡ് പ്രൈമർ അടിച്ച് വൃത്തിയായിട്ട് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ കാലാകാലങ്ങളോളം കടന്നു പോകും. ഭിത്തിയുടെ നനവ് ഉണ്ട്, പക്ഷേ നമുക്കത് പുറത്തേക്ക് വരത്തില്ല, പെയിൻറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. Subscribe to our channel for more informative videos.